ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അഞ്ജുവും രാഹുലുമാണ് വിവാഹം കഴിച്ചത്. രാഹുലും വർഷയും തമ്മിലല്ല സ്നേഹബന്ധം എന്ന് മനസ്സിലാക്കിയ അഭിരാമി വക്കീലും ശിവനന്ദയും എല്ലാവരും ചേർന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇനിയും വസുന്ധര മേഡത്തിനോട് ഈ സത്യം മറച്ചു വെക്കുന്നത് ബുദ്ധിയല്ല. കാരണം ഹരിത എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഹരിതയുടെ വായാലെങ്ങാനും വസുന്ധര മേഡം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഷോക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും. അവരെ ചതിച്ചതുപോലെയൊക്കെ ആകും. അതുകൊണ്ട് നേരിട്ട് സത്യം തുറന്നു പറയാം എന്ന് തീരുമാനിച്ച് നമ്മുടെ ശിവനന്ദ തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം രാഹുലും അഞ്ജു 6 മാസത്തിന് മുമ്പ് വിവാഹം കഴിച്ചു എന്നുള്ള സത്യം തുറന്നു പറയുമ്പോൾ ആദ്യം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും പിന്നീട് അവർക്ക് വിശ്വാസമാകുന്നു. കാരണം വസുന്ധര മേഡം വിചാരിച്ചിരുന്നത് വർഷയും രാഹുലും തമ്മിലാണ് പ്രേമം. എല്ലാം അറിഞ്ഞ വസുന്ധരയാണെങ്കിൽ ആദ്യം കലി തുള്ളുന്നുണ്ട്. എല്ലാവരോടും വീട് വിട്ട് പോകാൻ പറയുന്നു എന്ന് മാത്രമല്ല, ശിവനന്ദയോട് പോലും സംസാരിക്കാനോ തൻ്റെ ദേഹത്ത് തൊടുമ്പോൾ പോലും കൈയെടുക്കുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. ഒടുക്കം നമ്മുടെ വിവേക് തന്നെ കാര്യത്തിൽ ഇടപെടുന്നു. വർഷ വിളിച്ചു പറഞ്ഞതും പ്രകാരം അങ്ങനെ വിവേക് വന്ന് അമ്മ ഒരുവിധം ശാന്തപ്പെടുത്തുന്നു. മാത്രമല്ല രാഹുലിനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു സന്ധി സംഭാഷണം എന്ന പോലെ സംസാരിക്കുന്ന സമയത്ത് ഇത്രയും നാൾ മറച്ചു വെച്ചത് അമ്പനാട്ട് വിക്രമനെ ഭയന്നാണെന്ന് സത്യം തുറന്നു പറയുന്ന അഞ്ജുവിനെയും രാഹുലിനെയും അവിടെ ഇരുത്തി അപമാനിക്കുന്നുണ്ട് വസുന്ധര. അതായത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ പേരൻസിൻ്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭയമുള്ള ഒരുത്തൻ ഒരു കാരണവശാലും പ്രേമിക്കാനോ പ്രേമിച്ചാൽ തന്നെ കല്യാണം കഴിക്കാനോ പാടില്ല എന്ന് തുറന്നടിച്ച് പറയുമ്പോൾ അഞ്ജു ആണെങ്കിൽ സങ്കടപ്പെട്ട് എണീറ്റ് പോകുന്നു. എന്തായാലും വിവേക് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് തന്നെ വസുന്ധരയുടെ കോപം ഇച്ചിരി ഒന്ന് ശാന്തപ്പെടുത്താൻ അവനെയും കൊണ്ടാകും. ഒരുവിധം സെറ്റാക്കി വരുമ്പോൾ നമ്മുടെ വർഷയോട് വിവേക് തൻ്റെ ഇഷ്ടം ഒന്നും കൂടി പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ തമ്മിൽ സെറ്റാവില്ല. വിവേക് ശിവനന്ദയ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ എടുത്ത വായാലെ വിവേകാണെങ്കിൽ വർഷയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് പറയുന്നു, ഈ വിവേക് വർഷയ്ക്കുള്ളതാണ്, വർഷയും വിവേകും തമ്മിലുള്ള വിവാഹമേ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പം വർഷയാണെങ്കിൽ സ്നേഹത്തോടെ വിവേകിനെ നോക്കി നിൽക്കുന്നുണ്ട്. മാത്രമല്ല വിവേക് നാളത്തെ എപ്പിസോഡിൽ തുറന്നു പറയുമായിരിക്കും അങ്കിത്ത് വഴി ശിവനന്ദ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് എനിക്കിഷ്ടം തന്നെയാണെന്നുള്ള കാര്യം അങ്കിത്ത് ശിവനന്ദയോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പം ഇനി വർഷയുടെ മനസ്സ് മാറുന്നു. ഇപ്പം തന്നെ വർഷയ്ക്ക് വിവേകിനെ ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം ഇഷ്ടം തുറന്നു പറയേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ വസുന്ധരാമ്മ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും രഹസ്യം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ഇല്ലെന്നാ പറയുന്നത്. പക്ഷേ വിവേകും വർഷയുമായിട്ടുള്ള അടുപ്പം, അതായത് വർഷ തുറന്നു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയോട് തുറന്നു പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് വിവേകിനും. ആ ഒരു സ്നേഹം മാത്രം മറച്ചു വെക്കുന്നു. അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. തൻ്റെ തെറ്റ് വസുന്ധര ആൻറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാകുന്ന രാഹുലാണെങ്കിൽ ഇനി അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ പോലും അഞ്ജുവിനെ കൈവിട്ട് കളയില്ല എന്നുള്ളൊരു ശപഥമെടുക്കുമോ ഇല്ലയോ